ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 39. യോഗമായ പ്രാദുർഭാവവും ശ്രീകൃഷ്ണ ജന്മോത്സവവും. വൃത്തം പൃഥ്വിയാണ്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുകയാണ് ദേവകിയുടെ ഉദരത്തിൽ. ആ കുഞ്ഞിനെ വസുദേവർ കൊണ്ടുപോകുന്ന ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ഗോകുലത്തിലേക്ക്. ഒന്നാമത്തെ ശ്ലോകം പദച്ഛേദം. ഭവന്തം അയം ഉദ്വഹൻ യദുകുലോദ്വഹ നിസ്സരൻ ദദർശ ഗഗനോജ്ജല ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയഃ സഹ പുനഃ ഐന്ദ്രജാലോദിതഃ ജലൗഖഃ ഇവ തത്ക്ഷണാത് പ്രപദമേയതാം ആയയൗ. അയം യദുകുലോദ്വഹഃ, യദുകുലശ്രേഷ്ഠനായ യദുകുലശ്രേഷ്ഠനായ വസുദേവർ. അയം യദുകുലോദ്വഹ എന്ന് പറഞ്ഞാൽ ഉദ്വഹ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, യദുകുലശ്രേഷ്ഠനായ അയം എന്ന് പറയുമ്പോൾ വസുദേവർ. ഭവന്തം ഉദ്വഹൻ നിസ്സരൻ, ഭവന്തം അങ്ങയെ, അവിടുത്തെ എടുത്തുകൊണ്ട്, ശിശുവായ ഭഗവാനെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുമ്പോൾ, ഉദ്വഹൻ നിസ്സരൻ പുറപ്പെട്ട് പോകുമ്പോൾ, കളിന്ദാത്മജാം ഗഗനോജ്ജല ജലഭരാം ദദർശ കണ്ടു. എന്താണ് കണ്ടത്? കളിന്ദാത്മജാം, കാളിന്ദി നദിയിൽ, കളിന്ദൻ്റെ മകളായ കാളിന്ദി നദിയിൽ ഗഗനോജ്ജല ജലഭരാം, ഗഗനം ആകാശം മുട്ടെ ജലം ഉയർന്നു പൊങ്ങുന്നത് കണ്ടു. സഹ സലില സഞ്ജയഃ പുനഃ, ആ പെരുവെള്ളമാകട്ടെ പിന്നെ, പുനഃ പിന്നെ, ആ സലില സഞ്ജയം, ആ പെരുവെള്ളം പിന്നീട് ഐന്ദ്രജാലോദിതഃ ജലൗഖ ഇവ, അപ്പോൾ ഇന്ദ്രജാലം കൊണ്ട് ഉണ്ടായ പോലെയാണ് ആദ്യം തോന്നിച്ചത്. പിന്നീടോ തത്ക്ഷണാത് പ്രപദമേയതാം ആയയൗ അഹോ. അഹോ എന്ന് പറയുമ്പോൾ ആശ്ചര്യം, എന്തൊരാശ്ചര്യം, എന്തൊരത്ഭുതം. എന്താണ് സംഭവിച്ചത്? തത്ക്ഷണാത്, പെട്ടെന്ന്, ആ ക്ഷണം അദ്ദേഹം കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ആ നദിക്കരയിലെത്തുകയാണ്. ആ സമയത്ത് പ്രപദമേയതാം ആയയൗ, പ്രപദം പെട്ടെന്ന്, കാൽപാദത്തിൻ്റെ അളവ്, മേയതാം അളവ്, ആ കാൽപാദത്തിൻ്റെ അളവ് വരെ മാത്രമായിട്ട് ആ വെള്ളം ആയിത്തീർന്നു. അത്ഭുതം, എന്തൊരത്ഭുതമാണ് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം കുഞ്ഞിനെയും എടുത്തുകൊണ്ട്, വസുദേവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. വസുദേവർ ശിശുവായ അവിടുത്തെ എടുത്തുകൊണ്ട്, ഭഗവാനോട് തന്നെ പറയുകയാണ് ഭട്ടതിരി, അവിടുത്തെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാളിന്ദി നദി കര കവിഞ്ഞ് ഒഴുകുന്നതായി കണ്ടു. ആ പെരുവെള്ളമാകട്ടെ ഏതോ ഇന്ദ്രജാല വിദ്യ കൊണ്ട് പെട്ടെന്നുണ്ടായതായി തോന്നി. പക്ഷേ പെട്ടെന്ന് അത് കാലടി നനയാൻ മാത്രമുള്ളതായി തീർന്നു. അത്ഭുതം! കാളിന്ദിയിലെ ആകാശം മുട്ടെ ഉയർന്ന പെരുവെള്ളം എത്ര പെട്ടെന്ന് അടങ്ങി ഒതുങ്ങി ഭഗവാനെ വഹിച്ചുകൊണ്ടുപോയ വസുദേവരുടെ കാലിൽ കുമ്പിട്ട മനോഹരമായ കാഴ്ച. കളിന്ദാത്മജയായ സൂര്യപുത്രിയായ കാളിന്ദി ഭഗവാനെ വന്ദിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ശ്ലോകം. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനർ ഐന്ദ്രജാലോദിതോ ജലൗഖ ഇവ തത്ക്ഷണാത് പ്രപദമേയതാം ആയയൗ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. അർത്ഥം. പ്രസുപ്ത പശുപാലികാം വിഭൃതം ആരുദത് ബാലികാം അപാവൃത കവാടികാം പശൂപവാടികാം ആവിശൻ ഭവന്തം അയം അർപ്പയൻ പ്രസവതൽപകേ തത്പദാത് വഹൻ കപടകന്യകാം സ്വപുരം ആഗതഃ വേഗതഃ. പ്രസുപ്ത പശുപാലികാം, പ്രസുപ്ത എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലാണ്ട, പശുപാലികാം ഗോപസ്ത്രീകൾ ഉറങ്ങിക്കിടക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ, ഗോകുലത്തിൽ ചെല്ലുമ്പോൾ ഗോപസ്ത്രീകൾ ഉറങ്ങിക്കിടക്കുകയാണ്. നിഭൃതം ആരരുദത് ബാലികാം,
ആരുദത് ബാലികാം, നിഭൃതം ആരുദത് ബാലികാം. ഒരു ബാലികയുടെ, ഒരു പെൺകുഞ്ഞിൻ്റെ മെല്ലെ കരയുന്ന ഒരു രോദനം. ആരുദത്, രുദത് എന്ന് പറഞ്ഞാൽ രോദനം കേൾക്കുകയാണ്. തുറന്നു കിടക്കുന്ന വാതിലുകൾ. അപാവൃത കവാടികാം, വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. പശുപവാടികാം, പശുപൻ എന്ന് പറഞ്ഞാൽ നന്ദഗോപരെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള നന്ദഗോപ ഗൃഹത്തിലേക്ക്, പശുപവാടികാം, ആ ഗൃഹത്തിലേക്ക് ആവിശൻ അയം ഭവന്തം, ആവിശൻ കടന്നു ചെന്ന് ആ വസുദേവർ അയം ഭവന്തം, ഭവന്തം ഭവാനെ, മഹാവിഷ്ണുവാണ് ശിശുവായി വസുദേവരുടെ കയ്യിൽ ഒതുങ്ങി ഇരിക്കുന്നത്. ആ കുഞ്ഞിനെ വസുദേവർ തുറന്നു കിടന്ന വാതിലിൽ കൂടി കടന്നു ചെന്ന് പ്രസവ തൽപകെ അർപ്പയൻ, യശോദയുടെ പ്രസവ മെത്തയിൽ കിടത്തി. അവിടെ കിടത്തിയിട്ട് തത്പദാത് കപട കന്യകാം വഹൻ, തത്പദാത് അവിടെ നിന്ന് ആ മായാ ബാലികയെ, കപട കന്യകാം എന്ന് പറയുന്നത് മായാ ഭഗവതിയാണ്, ഒരു പെൺകുഞ്ഞിൻ്റെ രൂപത്തിൽ യശോദയുടെ അടുത്ത് കിടക്കുന്നത്. ആ ബാലികയെ എടുത്തുകൊണ്ട് വേഗതഃ സ്വപുരമാഗതം, വേഗത്തിൽ സ്വപുരം തൻ്റെ മധുരാപുരിയിലേക്ക് ആഗതം മടങ്ങിയെത്തി. വസുദേവർ എത്ര പെട്ടെന്ന് അവിടെ ചെന്നു. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നു. യശോദയുടെ അടുത്ത് കിടന്ന് പതുക്കെ കരയുന്നുണ്ട് ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ വേഗത്തിലെടുത്ത്, കയ്യിലുള്ള കുഞ്ഞിനെ അവിടെ സമർപ്പിച്ചു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുകയാണ്. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചാണ് ദേവകിയുടെ ഉദരത്തിൽ ആവിർഭവിച്ച ഭഗവാനെ വസുദേവർ അമ്പാടിയിൽ സർവരും മയങ്ങിക്കിടക്കവേ അവിടെ സമർപ്പിച്ച് യശോദയുടെ സമീപം കിടന്ന പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് പോന്നു. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഗൃഹത്തിലെത്തുന്നതിന് അല്പം മുൻപാണ്, വസുദേവർ അമ്പാടിയിലെത്തുന്നതിന് അല്പം മുൻപാണ് യശോദ പ്രസവിച്ചത്. സമയം ഒരു പാതിരാത്രി. പ്രസവം സുഖമായി കഴിഞ്ഞു എന്ന് കണ്ട് എല്ലാവരും കിടന്നുറങ്ങി. ആണോ പെണ്ണോ എന്ന് പോലും നോക്കിയിട്ടില്ല. വാതിലുകളൊന്നും അടച്ചതുമില്ല. ഇതെല്ലാം അവരറിയാതെ ചെയ്ത കാര്യങ്ങളാണ്. അവരറിയാതെ തന്നെ ഏതോ ഭഗവാന്റെ മായ കൊണ്ട് അവരങ്ങനെയെല്ലാം ചെയ്തു പോയതാണ്. അപ്പോൾ വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു. ഗോപസ്ത്രീകളെല്ലാം നല്ല ഉറക്കത്തിലാണ്ടു. സൂതികാഗൃഹം കാണിക്കാനെന്നോണം ഒരു കുഞ്ഞിൻ്റെ നേർത്ത കരച്ചിൽ കേൾക്കാം. എവിടെയാണ് കുഞ്ഞ് കിടക്കുന്നതെന്ന് തപ്പി നടക്കണ്ട. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ആ ദിശയിലേക്ക് വസുദേവർ നിശബ്ദനായി നടന്നു ചെന്നു. ഉണ്ണിയെ അവിടെ കിടത്തി. പെൺകുഞ്ഞിനെ എടുത്തു പെട്ടെന്ന് പോന്നു. സ്വഗൃഹത്തിലെത്തി. കുഞ്ഞിനെ ദേവകിയുടെ ചാരെ കിടത്തി ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കുമാണ് കാര്യങ്ങൾ സേവകർ അറിയുന്നത്. അവിടെ കിടത്തിയപ്പോഴേക്കും കുഞ്ഞ് ഉറക്കെ കരഞ്ഞു. ആ പെൺകുഞ്ഞ് ഉറക്കെ കരഞ്ഞു. അതും മനഃപൂർവ്വമായ കരച്ചിലാണ്. കാരണം ആളുകളെ അറിയിക്കണം ദേവകി പ്രസവിച്ചു എന്ന്. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ഉറക്കെ കരഞ്ഞപ്പോഴേക്കും എല്ലാവരും ഉണർന്നു. സേവകരെല്ലാം അവിടെ ഗാഠമയക്കത്തിലായിരുന്നു. അവരെല്ലാം ഉണർന്നു. പിന്നീട് ചടി പിടിയുന്നാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രസവിക്കുന്നത് നോക്കിയിരിക്കല്ലേ. 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്ന അശരീരി കേട്ടതിൻ്റെ പുറത്താണല്ലോ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് എല്ലാവരും മയക്കത്തിലാണ്ടത്. എന്താണെന്ന് അവർക്ക് പോലും പിടികിട്ടാതെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അവർ പെട്ടെന്ന് ഉണർന്ന് കംസനെ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ആ 2ാമത്തെ ശ്ലോകത്തിൽ കുഞ്ഞിനെ അവിടെ കിടത്തി പകരം പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ദേവകിയുടെ അടുത്ത് കിടത്തുകയാണ്. അതാണ് ശ്ലോകം. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുദത് ബാലികാം അപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവ തൽപകേ തത്പദാത് വഹൻ കപട കന്യകാം സ്വപുരമാഗതോ വേഗതഃ. അടുത്തത് 3ാമത്തെ ശ്ലോകം. തതഃ ത്വദനുജാരവക്ഷപിത നിദ്രവേഗ ദ്രവത് ഫടോത്കര നിവേദിത പ്രസവാത്തയ ഏവ ആർത്തിമാൻ വിമുക്ത ചിഗുരോത്കരഃ ത്വരിതം ആപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗ്നികാകരേ കന്യകാം.
തതഹ അതിനുശേഷം, തതഹ എന്ന് പറയുമ്പോൾ അതിനുശേഷം, അനന്തരം, ത്വദനുജാരവ ക്ഷപിത നിദ്രവേഗദ്രവത്. ത്വദനുജാരവ, ത്വദനുജ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അനുജത്തി. ത്വദ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അനുജത്തിയായിട്ടാണ് ഭട്ടതിരി കാണുന്നത് ആ കുട്ടിയെ. മായാ ഭഗവതിയാണത്. ത്വദനുജാരവ, രവം എന്ന് പറഞ്ഞ ശബ്ദം. അനുജാരവ ക്ഷപിത, ആ അനുജത്തിയുടെ, നിന്തിരുവടിയുടെ അനുജത്തിയുടെ കരച്ചിൽ, ആ രവ കേട്ട്, ക്ഷപിത നിദ്ര വേഗത്, പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വേഗദ്രവത് ഭടോത്കര, പെട്ടെന്ന് ഉറക്കമുണർന്ന ഭടന്മാർ, ഭൃത്യന്മാർ ചെന്നറിയിച്ച പ്രസവ വർത്തമാനം, ആ പ്രസവ വർത്തമാനം കേട്ട് എന്തു ചെയ്തു? ഭൃത്യന്മാർ ചെന്നറിയിച്ച പ്രസവ വർത്തമാനം കേട്ടപ്പോൾ തന്നെ ഉടനെ ആർത്തിമാൻ എന്ന് പറഞ്ഞാൽ ആർത്തിയോടെ നോക്കിയിരിക്കുകയാണ്. 8ാമത്തെ പുത്രൻ ജനിക്കുന്നത്, അവനാണ് ശത്രുവിനെ വധിക്കാൻ നോക്കിയിരിക്കുകയാണ്. വാളും ഊരി നോക്കിയിരിക്കുകയാണ് കംസൻ. അപ്പോഴാണ് ഉറങ്ങിപ്പോയത് എല്ലാവരും. ഉടനെ ആർത്തിയോടെ വിമുക്ത ചിഗരോത്കര എന്ന് പറഞ്ഞാൽ ചിഗുരം തലമുടി, വിമുക്ത ചിഗുരോത്കര. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പണ്ട് രാജാക്കന്മാർക്കൊക്കെ മുടി ഉണ്ടാകുമല്ലോ, മുടി വളർത്തിയിട്ടാണ് പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ പടങ്ങൾ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ വിമുക്ത ചിഗുരോത്കര, വിമുക്ത എന്ന് വെച്ചാൽ അഴിഞ്ഞ തലമുടിയോടുകൂടി, തലമുടി കെട്ടിയില്ല, അഴിഞ്ഞ തലമുടിയോടുകൂടി ത്വരിതം വേഗത്തിൽ ആപതൻ ഭോജരാട്, വേഗത്തിൽ ഓടി വന്നു ആ രാജാവ് കംസൻ വേഗത്തിൽ ഓടി വന്നപ്പോൾ പരിഭ്രമിച്ച് അഴിഞ്ഞ തലമുടി പോലും കെട്ടാതെയാണ് പാഞ്ഞു വന്നത്. പക്ഷെ പാഞ്ഞു വന്നപ്പോൾ എന്താണ് കാണുന്നത്? അതുഷ്ടം ഇവ ഭഗിനികാകരെ കന്യകാം ദൃഷ്ടവാൻ എന്ന് വെച്ചാൽ കണ്ടു. എന്താണ് കണ്ടത്? അതുഷ്ട ഇവ, അസന്തോഷത്തോടെ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാതെയാണ് കാണുന്നത്. ഭഗിനികാകരെ കന്യകാം, ഭഗിനിയുടെ അടുത്ത്, സഹോദരിയുടെ അടുത്ത് ഒരു പെൺകുഞ്ഞിനെയാണ് കാണുന്നത്. അപ്പോൾ സന്തോഷമില്ലാത്ത വിധം നിരാശയോടെ സഹോദരിയായ ദേവകിയുടെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെയാണ് കംസൻ കാണുന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഒരു പെൺകുഞ്ഞിനെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ കണ്ടപ്പോൾ അത് വളരെ അസ്വസ്ഥതയുണ്ടാക്കി, നിരാശയുണ്ടാക്കി. ദൃഷ്ടവാൻ ഭഗിനികാകരെ കന്യകാം അതുഷ്ട ഇവ, അതുഷ്ട എന്ന് പറഞ്ഞാൽ തുഷ്ടിയില്ലാതെ അസന്തുഷ്ടിയോടെയാണ് കാണുന്നത്. വസുദേവർ അമ്പാടിയിൽ നിന്ന് എടുത്ത കുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കിടത്തിയ ഉടൻ കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. അത് കേട്ട് നിദ്രയിലാണ്ടിരുന്ന കാവൽക്കാരും സേവകരും ഞെട്ടി ഉണർന്ന് ഓടിയെത്തി. അപ്പോഴാണ് അവർക്കൊരു അബദ്ധം പറ്റിയ പോലെയാണ് അവർ ഉറങ്ങിപ്പോയതിനെ പറ്റി ചിന്തിക്കുന്നത്. പെട്ടെന്ന് ഓടിയെത്തി ദേവകി പ്രസവിച്ച വിവരം കംസനെ അറിയിച്ചു. അത് കേട്ട ഉടൻ കംസനും പിടഞ്ഞെഴുന്നേറ്റു. തലമുടി പോലും കെട്ടിവെക്കാതെ പാഞ്ഞു വന്ന് നോക്കിയപ്പോൾ സഹോദരിയുടെ ഒപ്പം കിടന്നത് പെൺകുഞ്ഞാണ്. ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല. 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്നായിരുന്നല്ലോ ശരീരി. എന്നാൽ ഇതാകട്ടെ പെൺകുഞ്ഞാണെന്നത് കംസന്റെ ഉള്ളിൽ അസന്തുഷ്ടിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കി. 3ാമത്തെ ശ്ലോകത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. തതസ്ത്വദനുജാരവക്ഷപിതനിദ്രവേഗദ്രവത് പടോത്കരനിവേദിത പ്രസവവാർത്തയൈവർത്തിമാൻ വിമുക്തചിഗുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. ഇപ്പോൾ ഭഗിനിയുടെ അടുത്ത് ഒരു പെൺകുഞ്ഞിനെ കണ്ട് അസന്തുഷ്ടനായി തീർന്ന കംസനെയാണ് നമ്മൾ 3ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. അടുത്തത് ശ്ലോകം 4. പദച്ഛേദം. ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേദ് അസൗ ഇതി കിശോരികാം ഭഗിനികാ കരാലിംഗതാം ദ്വിപ നളിനികാന്തരാത് ഇവ മൃണാളികാം ആക്ഷിപൻ അയം ത്വദനുജാം അജാം ഉപലപട്ടകേ പിഷ്ടവാൻ. അസൗ ധ്രുവം കപടശാലിനഃ. അസൗ ധ്രുവം എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായും കപടശാലിനഃ, കപട സ്വഭാവമുള്ള
മധുഹരസ്യ മായാഭവത്. ആ മഹാവിഷ്ണുവിൻ്റെ, മധുഹരൻ മഹാവിഷ്ണുവാണ്, മധുഹരസ്യ മായാ പ്രയോഗം മായയാണ്, മായാഭവേത് മായ കൊണ്ട് സംഭവിച്ചതായിരിക്കും. അതായത് കംസൻ ധരിക്കുകയാണ്, കംസൻ ചിന്തിക്കുകയാണ്, ഇത് തീർച്ചയായും കപട സ്വഭാവമുള്ള മഹാവിഷ്ണുവിൻ്റെ മായാപ്രയോഗമായിരിക്കും ഈ പെൺകുഞ്ഞ്. ഇതി അയം എന്നുറച്ച് ഭഗിനിക കരാലിംഗിതാം കിശോരികാം, കിശോരിക എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, കിശോരികാം ആ കുഞ്ഞിനെ, ഭഗിനിക കരാലിംഗിതാം കരത്തിൽ ലിംഗിതയായ കയ്യിൽ പിടിച്ചിട്ടുള്ള, മാറോട് ചേർത്ത് പിടിച്ച സഹോദരി തൻ്റെ കൈകളിൽ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ കിശോരിക പെൺപൈതലിനെ, കിശോരിക പെൺപൈതൽ, ആ പെൺപൈതലിനെ എന്താ ചെയ്തത്? ദിവ നളിനികാന്തരാത് മൃണാളികാം ഇവ ആക്ഷിപൻ. ദിവഹ എന്ന് പറഞ്ഞ ആന, മതയാന, നളിനികാന്തരാത് താമരപ്പൊയ്കയിൽ, മൃണാളികാം താമരപ്പൊയ്കയിൽ നിന്ന് ഇളം താമര വളയത്തെ എന്ന പോലെ പിടിച്ചു പറിച്ചെടുക്കുകയാണ്. ഇവ ആക്ഷിപൻ, ആക്ഷിപൻ എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിച്ചെടുത്തു. ദേവകി കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ചിരിക്കുകയാണ് കൈകളിൽ. പക്ഷേ ഇയാൾ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? മതയാന താമരപ്പൊയ്കയിൽ നിന്ന് ഇളം താമര വളയത്തെ വലിച്ചു പറിച്ചെടുക്കുന്ന അതേ ക്രൂരതയോടുകൂടി വലിച്ചെടുക്കുകയാണ്. അജാം ത്വതനുജാം ഉപലപട്ടകേ പിഷ്ടവാൻ. അജാം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളില്ലാത്ത നിന്തിരുവടിയുടെ അനുജത്തിയെ, മായാഭഗവതിയാണ്. ജനനവുമില്ല, ആദിയുമില്ല, അന്തവുമില്ല. അപ്പോൾ നിന്തിരുവടിയുടെ അനുജത്തിയെ ഉപലപട്ടകേ പിഷ്ടവാൻ. ഉപലപട്ടകേ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ എല്ലാം വധിക്കാൻ അവിടെ ഒരു വലിയ പാറ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ചാൽ ഉടനെ അവിടെ കൊണ്ടുവന്ന് തൂക്കിപ്പിടിച്ച് അടിച്ചു കൊല്ലുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പാറപ്പുറത്ത് ആഞ്ഞടിച്ചു. പിഷ്ടവാൻ, ഉപലപട്ടകേ പിഷ്ടവാൻ. മത്സ്യകൂർമാദികളായി പല കപടവേഷത്തിലും പ്രത്യക്ഷപ്പെടാറുള്ള വിഷ്ണു തന്നെ ആയിരിക്കും ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ജനിച്ചിട്ടുള്ളത് എന്ന് കംസൻ ഇങ്ങനെ ഊഹിക്കുകയാണ്. ഇതൊരു പെൺകുട്ടിയാണല്ലോ. ഇതിനു മുൻപുണ്ടായ 6 ആൺകുട്ടികളെയും ജ്യേഷ്ഠൻ കൊന്നു. ഈ കുട്ടിയെയെങ്കിലും എനിക്ക് തരൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദേവകി മാറോട് ചേർത്ത് പിടിച്ചിരുന്ന ആ കുട്ടിയെ കംസൻ ബലമായി പിടിച്ചു പറിച്ചുകൊണ്ടുപോയി. എങ്ങനെയാണ്? മതയാന ചെന്ന് താമരപ്പൊയ്കയിൽ നിന്ന് ആ മൃദുലമായ താമര വളയത്തെ പിടിച്ചു പറിച്ചെടുക്കുന്നത് പോലെയാണ് ദേവകിയുടെ കയ്യിൽ നിന്നും ആ പെൺകുഞ്ഞിനെ പിടിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോയി പാറയിൽ അടിക്കുന്നു. അതാണ് ചെയ്തത്. ആ ബാലിക പിന്നീട് കംസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുയർന്ന് 8 കൈകളോട് കൂടിയ ദേവീരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ കംസൻ ഓടി വന്ന് ചെയ്തത് ഇങ്ങനെയാണ്. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേത് അസൗ ഇതി കിശോരികാം ഭഗിനികാ കരാലിംഗിതാം ദിവോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപൻ അയം ത്വതനുജാമജാം ഉപലപട്ടകേ പിഷ്ടവാൻ. അപ്പോൾ ജനന മരണങ്ങളില്ലാത്ത ആ കുഞ്ഞിനെ, അങ്ങയുടെ സഹോദരിയെ ഇങ്ങനെ പാറയിൽ ക്രൂരമായി അടിച്ചിട്ട് പിന്നെ അടുത്ത് സംഭവിക്കാനുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 5-ാമത്തെ ശ്ലോകം, 39-ാം ദശകം, 5-ാം ശ്ലോകം. തഥാഹ ഭവതുപാസകഃ ഛടിതി മൃത്യുപാശാത് ഇവ പ്രമുച്യ തരസാ ഏവ സാ സമാധിരൂഢരൂപാന്തര അധസ്ഥലം അജഗ്മുഷി വികസദഷ്ട ബഹുസ്ഫുര നഹായുധം അഹോഗത കില വിഹായസ ദിത്യുതേ. തതഹ ഭവതുപാസകഃ, അപ്പോൾ തതഹ എന്ന് പറഞ്ഞാൽ അപ്പോൾ, അവിടുത്തെ ഭക്തൻ, ഭവതുപാസകഃ
ചടിതി മൃത്യുപാശാത് ഇവ, പെട്ടെന്ന് അന്തകൻ്റെ പാശത്തിൽ നിന്നെന്ന പോലെ, അന്തകൻ്റെ പാശത്തിൽ നിന്ന് പണ്ട് അജാമിളന് മോക്ഷം ലഭിച്ച കഥ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ കഥ പോലെ, അജാമിള മോക്ഷം പോലെ അങ്ങയുടെ ഭക്തൻ പെട്ടെന്ന് അന്തകൻ്റെ പാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ, അതായത് അജാമിളനെ കൊണ്ടുപോകാൻ യമദൂതന്മാർ എത്തിച്ചേർന്ന സമയത്ത് അജാമിളൻ നാരായണ എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് അവരെ എല്ലാം മാറ്റിക്കൊണ്ട് ഭഗവാന്റെ ആളുകൾ അവിടെ എത്തിച്ചേർന്നു എന്നാണ് കഥ. ഭാഗവതത്തിൽ പറയുന്ന ഒരു കഥയെ സൂചിപ്പിക്കുകയാണ്. സാ പ്രമുച്യ, ആ പെൺകുട്ടി എന്തു ചെയ്തു? കംസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച്, അതുപോലെയാണ് പെട്ടെന്ന് മൃത്യുപാശത്തിൽ നിന്ന് ആ ഭക്തൻ രക്ഷപ്പെട്ടതുപോലെ, അജാമിളൻ രക്ഷപ്പെട്ടതുപോലെ ആ പെൺകുട്ടി കംസൻ്റെ കയ്യിൽ നിന്നും തെറിച്ച് തരസ ഏവ സമാധിരൂഢ രൂപാന്തരം, തരസ ഉടനെ തന്നെ വേറെ രൂപം, സമധി രൂഢ രൂപാന്തര, കാത്യായനി സ്വരൂപം സ്വീകരിച്ച്, കാത്യായനി ദേവിയുടെ സ്വരൂപം സ്വീകരിച്ച്, അധസ്ഥലം അജഗ്മുഷി, താഴോട്ടു വരാതെ, അധസ്ഥലം താഴെ ഭൂമി, താഴോട്ടു വരാതെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി, വികസദഷ്ട ബാഹു സ്ഫുരൻ മഹായുധം, അങ്ങനെ പ്രത്യക്ഷപ്പെട്ട 8 കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയത്. വിഹായസ കിലഗത, ആകാശത്തേക്ക് ഉയർന്ന്, ദിദ്യുതേ അഹോ, ശോഭിച്ചു, ദിദ്യുതേ ശോഭിച്ചു, ദ്യുതി എന്ന് പറഞ്ഞാൽ ശോഭയാണ്, ദ്യുതേ ശോഭിച്ചു, അഹോ ആശ്ചര്യം. അപ്പോൾ ഭഗവത് ഭക്തനായ അജാമിളന് നാരായണനാമ കീർത്തനത്താൽ അന്തകശാപത്തിൽ നിന്ന് മോചനം ലഭിച്ച കഥ പോലെ ഭഗവാന്റെ സഹോദരിയായ ആ കുട്ടി, ആ കപട കന്യകയ്ക്കും കംസഹസ്തത്തിൽ നിന്ന് മോചനം ലഭിച്ചു. ഉടനെ ആ കന്യക കാത്യായനി രൂപം ധരിച്ച് ശോഭിച്ചു. 8 കൈകളിൽ ശംഖ്, ചക്രം, ഗദ, ശൂലം, വാൾ, പരിച, അമ്പ്, വില്ല് എന്നിവ ധരിച്ച ദിവ്യരൂപമായി ദേവിയുടെ രൂപമാറ്റം എത്രയോ അത്ഭുതാവഹമാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അടുത്തത് ദേവി കംസനോട് പറയുന്ന കാര്യങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ. നിന്റെ ശത്രു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി അവിടെ നിന്ന് മറയുന്നത്. അപ്പോൾ ഇത് 5-ാമത്തെ ശ്ലോകത്തിലാണ് കംസൻ ഈ പ്രവൃത്തി ചെയ്യുന്നതും ആശ്ചര്യകരമായി ആ കുഞ്ഞ് ഉയർന്നു പൊങ്ങി ദേവി വിഗ്രഹമായി അവിടെ ശോഭിച്ചതും. തതോ ഭവതുപാസകോ ചടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ഥലം അജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധം അഹോ ഗദാ കില വിഹായ സാദിദ്യുതേ. അടുത്തത് ശ്ലോകം 6. 6-ാമത്തെ ശ്ലോകത്തിലാണ് ദേവി കംസനോട് മറയുന്നതിന് മുൻപ് കംസനുള്ള ആ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പോകുന്നത്. നൃശംസ തരഹ കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാഹ തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലം ഉദീര്യ തം ജഗ്മുഷി മരുദ്ഗണപണായിത ഭുവി ച മന്ദിരാണി ഏയുഷി. നൃശംസതര കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയ. എന്താണ് പറയുന്നത്? നൃശംസതര കംസ തേ മയാ വിനിഷ്പിഷ്ടയ കിമു. കിമു ചോദ്യമാണ്. എന്ത് കാര്യം? നൃശംസതര അല്ലയോ ദുഷ്ട, മഹാദുഷ്ട കംസ സംബോധനയാണ്. മഹാദുഷ്ടനായ കംസ, തേ മയ നിനക്ക് എന്നെ കൊന്നിട്ട് എന്താണ് കാര്യം? തേ മയ വിനിഷ്പിഷ്ടയ കിമു എന്ത് കാര്യം? എന്നെ കൊന്നിട്ട് നിനക്കൊരു കാര്യവുമില്ല. ഭവദ് അന്തകഹ കൊച്ചന ബഭൂവ. നിന്റെ അന്തകൻ. ഭവദ് അന്തകഹ കൊച്ചന ക്വ എവിടെയോ ഒരിടത്ത്.
ബഭൂവ ജനിച്ചിട്ടുണ്ട്, നിന്റെ അന്തകൻ വേറൊരിടത്ത് ജനിച്ചിട്ടുണ്ട്, എന്നെ വധിച്ചിട്ട് നിനക്കൊരു കാര്യവുമില്ല. തേ ഹിതം ചിന്ത്യതാം, നിനക്ക് ഗുണമായിട്ടുള്ളത് ചിന്തിച്ചു കൊള്ളുക, അത് കണ്ടുപിടിച്ചു കൊള്ളുക, അതാണ് പറയുന്നത്. ഇതി വിഭോ ത്വദനുജതാം ഖലം ഉദീര്യ ജഗുമുഷി. ഇതി വിഭോ, അല്ലയോ വിഭോ ഭഗവാനെ, എന്നിപ്രകാരം അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ അനുജത്തി ആ ദുഷ്ടനോട് ഉദീര്യ ഖലം ഉദീര്യ ജഗ്മുഷി, ഖലം എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ, തം ഖലം ആ ദുഷ്ടനോട് പറഞ്ഞ് ജഗ്മുഷി മറഞ്ഞു. മരുദ്ഗണപണായിത ഭുവി മന്ദിരാണി ഏയുഷീച്ച. ദേവന്മാരാൽ, മരുദ്ഗണം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും കുടികൊള്ളുകയും ചെയ്തു. ആ ദേവിയാണ് പല ക്ഷേത്രങ്ങളിലായിട്ട് കുടികൊള്ളുന്നത്. ഭൂമിയിൽ ജനിച്ച് ഭൂമിയിൽ അവിടെ നിന്നും പെട്ടെന്ന് മറഞ്ഞ് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലായി കുടികൊണ്ടു. അല്ലയോ മഹാദുഷ്ടനായ കംസ, നിനക്ക് എന്നെ കൊന്നിട്ട് എന്തു നേടാൻ? നിന്റെ അന്തകൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്, നിനക്ക് ഗുണമായത് ചിന്തിച്ചു കൊള്ളുക എന്നിത്യാദി അല്ലയോ ഭഗവാനെ അങ്ങയുടെ അനുജത്തി ആ ദുഷ്ടനോട് പറഞ്ഞ് അന്തർധാനം ചെയ്തു. അനന്തരം ദേവസമൂഹത്താൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് മഹാമായ ഭഗവതി ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലായി കുടികൊള്ളുകയും ചെയ്തു. 6ാമത്തെ ശ്ലോകത്തിലാണ് ഇത്. നൃശംസതരകംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം. ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. അടുത്തത് അവിടെ നിന്ന് ഉയർന്നു പൊങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പ്രഗേ പുനഃ അകാത്മജാവചനം ഈരിത ഭ്രൂഭുജ പ്രലംബഭഗപൂതനാ പ്രമുഖദാനവ മാനിനഃ ഭവന്നിധനകാമ്യയാ ജഗതി ബഭ്രഭൂ. നിർഭയം കുമരക വികാരകാ കിം ഇവ ദുഷ്കരം നിഷ്കൃപൈഹി. പുനഃ പ്രഗേ, പുനഃ പിന്നെന്താണ് ഉണ്ടായത്? പ്രഗേ പ്രഭാതത്തിൽ അകാത്മജ ദേവി പറഞ്ഞ അകാത്മജ, എന്ന് വെച്ചാൽ ജനന മരണങ്ങളില്ലാത്ത ഭഗവാന്റെ ആ സഹോദരി എന്താണ് ചെയ്തത്? ആ പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ദേവി പറഞ്ഞ വാക്ക് കംസൻ പറഞ്ഞറിഞ്ഞപ്പോൾ ഭ്രൂഭുജ ഈരിത എന്ന് വെച്ചാൽ തങ്ങളുടെ സഹോദരനും അതുപോലെ തങ്ങളുടെ ആ യജമാനനും എല്ലാമായ കംസൻ ഈ വിവരങ്ങൾ പറഞ്ഞറിഞ്ഞപ്പോൾ മാനിനഹ പ്രലംബ ബഗ പൂതനാ പ്രമുഖ ദാനവ, ആരൊക്കെയാണ് ദുരഭിമാനികളായ അല്ലെങ്കിൽ ദുഷ്ടന്മാരായ പ്രലംബൻ, ബഗൻ, പൂതന എന്ന് പറഞ്ഞാൽ കംസൻ്റെ സഹോദരി സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അസുര ജന്മമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടജന്മങ്ങൾ പ്രലംബനും ബഗനും പൂതനയും എല്ലാമായിട്ട് അവരെല്ലാം കൂടി തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി അപ്രത്യക്ഷയായത്. ഭവൻ നിധന കാമ്യയ, ഭവൻ നിധന ഭവാനെ നിധനം ചെയ്യാൻ, അവിടുത്തെ വധിക്കാനുള്ള കാമ്യയ ആഗ്രഹത്തോടു കൂടി കുമാരക വിമാരകാഹ കുട്ടികളെ കൊന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും നടന്ന് കുഞ്ഞുങ്ങളെ, അപ്പോൾ ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടാണ്, അത്ര ക്രൂരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിർഭയാ ജഗതി ബഭൂവു, നിർഭയരായി ഭയരഹിതരായി ലോകമെങ്ങും ചുറ്റി നടന്നു. ഈ പ്രപഞ്ചം മുഴുവൻ കൊച്ചു കുഞ്ഞുങ്ങളെ, ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നൊടുക്കുകയാണ്. കാരണം അതിലേതെങ്കിലും ഒരു കുഞ്ഞ് ഈ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ടാകും എന്നുള്ള ധാരണയോടുകൂടിയാണ്. നിഷ്കൃപൈ കിമിവ ദുഷ്കരം, ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, നിഷ്കൃപൈ കിമിവ ദുഷ്കരം, ദയയില്ലാത്തവർക്ക് ഏതൊന്നാണ് ചെയ്യാൻ കഴിയാത്തത്, ഇത്രയും ദുഷ്കരം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയാത്തത്, യാതൊരു കൃപയും ഇല്ലാത്ത ദുഷ്ടവർഗങ്ങൾക്ക് എന്തു ക്രൂരതയും ചെയ്യാൻ കഴിയും. കംസൻ്റെ ശത്രു ഏതോ സ്ഥലത്ത് ജനിച്ചിട്ടുണ്ടെന്ന് ദേവി പറഞ്ഞത് അറിഞ്ഞിട്ടാണ്
അക്കാലത്ത് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുക, ഭഗവാനും അക്കൂട്ടത്തിൽ നശിച്ചു കൊള്ളും എന്ന് കരുതി കംസസേവകരായ പ്രലംബൻ, ബകൻ, പൂതന തുടങ്ങിയ അസുരജന്മങ്ങൾ ഇറങ്ങിത്തിരിച്ചു. കയ്യിൽ കിട്ടിയ കുഞ്ഞുങ്ങളെ മുഴുവൻ അല്ലയോ മോക്ഷദായകനായ ഭഗവാനെ. അനന്തരം അവിടുന്ന് നന്ദഗോപഗൃഹത്തിൽ യശോദയുടെ മെത്തയിൽ കിടന്ന് മെല്ലെ കാൽ കുടഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുകയും അങ്ങനെ ഇവർ നിഷ്കരുണം കൊല ചെയ്തപ്പോൾ ഭഗവാൻ അവിടെ ഗോകുലത്തിൽ യശോദയുടെ മെത്തയിൽ കിടന്ന് കളിച്ച് ചിരിച്ച് വളരാൻ തുടങ്ങുകയാണ്. അതാണ് അവിടെ പറയുന്നത്. ദുഷ്ടന്മാർക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ അങ്ങനെ ആ പൂതനയും അതുപോലെ തന്നെ കംസൻ്റെ സേവകരായ ബകനും പ്രലംബനും എല്ലാം അങ്ങനെയുള്ള ദുഷ്ട അസുരന്മാരെല്ലാം കൂടി കൊച്ചു കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ വധിക്കാൻ, നിഷ്കരുണം വധിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഇറങ്ങിത്തിരിച്ച സമയത്ത് അമ്പാടിയിൽ കണ്ണൻ വളരുന്ന കഥയാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്ലോകം 7-ാമത്തെ ശ്ലോകം. പ്രഗേ പുനരജാഗാത്മജാ വചനമീരിതാ ഭൂഭുജാ പ്രലംബഭഗഭൂതനാ പ്രമുഖദാനവാമാനിനഃ ഭവന്നിധനകാമ്യയാ ജഗതി വിഭ്രമുർനിർഭയാ കുമാരകവിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. അതിനുശേഷം യശോദയുടെ ഭവനത്തിൽ കുഞ്ഞു വളരുന്ന കഥയാണ് പിന്നീട് നാം കേൾക്കുന്നത്. 8-ാമത്തെ ശ്ലോകം തുടങ്ങി. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതിശയനേ ശയേ രുദതി കിഞ്ചിത് അഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അഹോ സകലമാകുലം ഗോകുലം. തതഃ മുകുന്ദ തതഃ മോക്ഷം നൽകുന്ന ഭഗവാനെ. മുകുന്ദ എന്ന വാക്കിന് അർത്ഥം അതാണ്, മോക്ഷം നൽകുന്ന അല്ലയോ ഭഗവാനെ. തതഃ ത്വയി പശുപമന്ദിരേ നന്ദപ്രിയ പ്രസൂതിശയനേ ശയേ, അല്ലയോ മോക്ഷം നൽകുന്ന ഭഗവാനെ. അനന്തരം തതഃ അനന്തരം നിന്തിരുവടി ത്വയി പശുപമന്ദിരേ ഗോകുലത്തിൽ. പശുപമന്ദിരം എന്ന് പറഞ്ഞാൽ ഗോകുലം, അമ്പാടി. ഗോകുലത്തിൽ നന്ദഗോപഗൃഹത്തിൽ യശോദയുടെ പ്രസവമെത്തയിൽ കിടന്ന് പ്രസൂതി ശയനേ ശയേ അതിൽ ശയിച്ചുകൊണ്ട് കിഞ്ചിത് അഞ്ജത് പതേരുവതി മെല്ലെ കാൽ കുടഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുകയും വനിതാജനൈഹി വിബുദ്ധ്യ സ്ത്രീകൾ ഉണർന്ന് ഉണ്ണിയുണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ തനയ സംഭവേ ഘോഷിതേ അഹോ കിമു വദാമി, എന്താണ് ഞാൻ പറയുക എന്ന് കവി തന്നെ ചോദിക്കുകയാണ്. നാരായണ ഭട്ടതിരി തന്നെ ചോദിക്കുകയാണ്. ഇത് ഇത്രയും സംഭവങ്ങൾ ദേവകിയുടെ സ്ഥലത്ത് മധുരാപുരിയിൽ നടന്നു കഴിയുമ്പോൾ ആ സമയത്ത് യശോദയുടെ പ്രസവമെത്തയിൽ കിടന്ന് അവിടുന്ന് എന്താ ചെയ്തത്? അവിടെ പതുക്കെ കാലൊക്കെ കുടഞ്ഞ് മെല്ലെ കാൽ കുടഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ സ്ത്രീകൾ ഉണർന്ന് ഉണ്ണി ഉണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ ആശ്ചര്യം സകലം ഗോകുലം മുതാ ആകുലം, അമ്പാടി മുഴുവനും സന്തോഷപരവശമായി. കുഞ്ഞിനെ കണ്ട് അമ്പാടിയിലെ എല്ലാവരും സന്തോഷം കൊണ്ട് പരവശരായി, അത്രയേറെ സന്തോഷമുണ്ടായി. അല്ലയോ മോക്ഷദായകനായ ഭഗവാനെ. അനന്തരം അവിടുന്ന് നന്ദഗോപഗൃഹത്തിൽ യശോദയുടെ മെത്തയിൽ കിടന്ന് മെല്ലെ കാൽകുടഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുകയും സ്ത്രീകൾ ഉണർന്ന് ഉണ്ണി ഉണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ ആശ്ചര്യം തന്നെ, അമ്പാടി മുഴുവൻ ഹർഷപുളകിതമായി. അത് 9-ാമത്തെ ശ്ലോകമാണ്. 8-ാമത്തെ ശ്ലോകം. 8-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ അമ്പാടിയിൽ വളർന്നു തുടങ്ങുന്ന കഥ ആരംഭിക്കുന്നത്. തത പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതി ശയനേ ശയേരുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ
സകലമാകുലം ഗോകുലം. ഇത് സകലമാകുലം ഗോകുലം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട്, സന്തോഷം കരകവിഞ്ഞ് ആകുലരായി എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നിറഞ്ഞ നമുക്ക് സന്തോഷം വരുമ്പോൾ കണ്ണുനീര് വരും എന്ന് പറയുന്നത് പോലെ സന്തോഷം കൊണ്ട് ഗോകുലം ആകുലമായി. അത്രയേറെ ആഹ്ലാദം അവിടെ അലതല്ലി. ഓം നമോ നാരായണായ.